ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ഇരിക്കട്ടെ, യേശു ക്രിസ്തു അവിടെ നിന്ന് ആ പാറക്കെട്ട് മാറ്റി അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയി. കുറെ പേരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആരോ ഒരാൾ ചോദിച്ചു യഥാർത്ഥ യേശു ക്രിസ്തു ആണോ എന്ന്. അപ്പൊ കയ്യിൽ ആണിയടിച്ചതിന്റെ തെളിവ് കാണിച്ചു കൊടുത്തു. അതെല്ലാം ശരിക്കും ലോജിക്കലാണ്. അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസിൽ ഒന്നിലും കൺഫ്യൂഷൻ ഇല്ല. അത് കഴിഞ്ഞ് ആ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വാക്ക്, മരിക്കാത്ത ആളെ എങ്ങനെയാ ഉയർത്തെഴുന്നേൽക്കുന്നേ? അബോധാവസ്ഥയിലുള്ള ആൾക്ക് ബോധം വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. മരിക്കാത്ത ആള് പുനർജനിച്ചു. അതാണ് ഈസ്റ്റർ എന്ന് പറയുന്ന റിസറക്ഷൻ. അപ്പോ ആ ഈസ്റ്റർ എന്നുള്ളൊരു ദിവസം ഇല്ല. അബോധാവസ്ഥയിൽ കിടന്നാലും ബോധാവസ്ഥയിൽ വന്നതിന്റെ സെലിബ്രേഷൻ ആണെങ്കിൽ മനസ്സിലാക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ മരിച്ച ആള് ജീവിച്ചു അല്ലെങ്കിൽ പുനരുജ്ജീവിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ദൈവികത്വം വരുത്താൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണ് എന്ന് യുക്തിവാദികള് അടിവരയിട്ട് പറയുന്നു. ഈ ഡോക്ടർ മാത്യുവും പറയുന്നുണ്ട്. ഈ ഡോക്ടർ CP മാത്യു കേരളത്തിലെ ആളാണ് കേട്ടോ, മലയാളിയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയുമാണ്, അല്ലാതെ അദ്ദേഹം യുക്തിവാദിയൊന്നുമല്ല. നല്ല നല്ല രീതിയിൽ പള്ളിയിൽ പോകുന്ന ആളൊക്കെയാണ്. പക്ഷെ അദ്ദേഹം സയന്റിഫിക്കലി വിവരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു യേശു ക്രിസ്തു പുനർജനിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. അത്രേ. എങ്ങനെയാ ഒരാൾ ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകുന്നത്? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു ഡോക്ടറോട് നിങ്ങൾ ചോദിക്കാം, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നതാണോ? അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വെച്ചാൽ മനസ്സിലാക്കാം. ഇപ്പോ ഞാൻ ചൊവ്വയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ചൊവ്വ ഏതാണെന്നും കൂടി എന്ന് പറഞ്ഞാൽ ക്ലിയറായി. ചൊവ്വ കണ്ണൂരുള്ള ചൊവ്വയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ല. ഈ ഭൂമിയുടെയും ചന്ദ്രന്റെയും അപ്പുറത്തുള്ള ചൊവ്വയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ 10-65 കിലോ ഭാരമുള്ള ഞാൻ ഇവിടുന്ന് ചൊവ്വയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തട്ടിപ്പാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് യേശു ക്രിസ്തു പോയി എന്ന് പറയുന്ന സ്വർഗം ടിബറ്റും കാശ്മീരും ഇന്ത്യയുമാണെങ്കിൽ അത് കറക്റ്റാണ്. പക്ഷെ ഈ ടിബറ്റും കാശ്മീരും ഇന്ത്യയും ആണെങ്കിൽ എന്നൊരു വാക്ക് പറയാനുണ്ടായ ഒരു കാരണമുള്ളത്, ഇന്നും യേശു ക്രിസ്തുവിൻ്റെ ശവകുടീരം കാശ്മീരിലുണ്ട്. ചരിത്രപരമായിട്ട് അന്വേഷണം നടത്തി അതിൻ്റെ ഫോട്ടോ സഹിതം അനവധി പുസ്തകങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ചതിൽ ഈശോ നബിയുടെ ശവകുടീരം കാശ്മീരിൽ ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിലേക്കൊന്നും പോയിട്ടില്ല. യേശു ക്രിസ്തു പുനർജനിച്ചിട്ടും ഇല്ല. യേശു ക്രിസ്തു മരിച്ചിട്ടും ഇല്ല. യേശു ക്രിസ്തു കുരിശിലെത്തിയ സമയത്ത് ഇടിമുഴക്കം ഉണ്ടായി, പേമാരി ഉണ്ടായി, അതുണ്ടായി, കുറുക്കന്മാർ ഊരിയിട്ടു. ഇതെല്ലാം അവിടെ ഇല്ലാത്തവരെഴുതി വെച്ച കെട്ടുകഥയാണ്. ബൈബിള് തന്നെ എഴുതിയത് യേശു ക്രിസ്തു മരിച്ചിട്ട് എത്രയോ കാലത്തിന് ശേഷം. കുരിശ് തന്നെ പവിത്രമാക്കിയത് AD 273 പറയുന്നു. അപ്പൊ ഇങ്ങനെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരാളെ കുറിച്ച് എത്ര കെട്ടുകഥ ഉണ്ടാക്കാൻ എന്താ വിഷമം? ആ കെട്ടുകഥ ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല. പക്ഷേ അത് ചരിത്രമാണെന്ന് പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മനുഷ്യനെ വഞ്ചിക്കുന്ന പരിപാടി. ഇനി അഥവാ ചരിത്രമാണെന്ന് പ്രചരിപ്പിച്ചാൽ തന്നെ ആ പ്രചരിപ്പിക്കുന്നത് ദുഷ്ടലക്ഷ്യത്തോടു കൂടിയും പാവപ്പെട്ടവരെ മതം മാറ്റാനുമാണെങ്കിൽ അത് ക്രൂരതയാണ്, നീചവും നിന്ദ്യവുമായിട്ടുള്ള പ്രവർത്തനം. യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ജനിച്ചത് പാവപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളുടെ പാപം എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ യേശു ക്രിസ്തു ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങൾ എൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കോസിന്റെ വിവരണം നോക്കിയാൽ മനസ്സിലാക്കാം എൻ്റെ സന്ദേശങ്ങൾ. പക്ഷെ ആ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന വളരെയധികം വേദനാജനകമായ കാര്യമുണ്ട്. ഉള്ളിൽ സർപ്പത്തിന്റെ വിഷവും പുറത്ത് മാടപ്രാവിന്റെ ലാളിത്യവുമായിട്ട് വേണം നിങ്ങൾ എൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ എന്ന്. അച്ഛനെതിരെ മകനെയും അമ്മയ്ക്കെതിരെ മകളെയും അമ്മായിയമ്മയ്ക്കെതിരെ മരുമകളെയും ഞാൻ തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരർത്ഥമില്ല. കാരണം സ്വന്തം വീട്ടിൽ തന്നെ കുളമാക്കുന്ന ഒരു മനുഷ്യന്റെ ഉപദേശം എങ്ങനെയാ പവിത്രാവുക? ഗോപാലകൃഷ്ണൻ പറയാനുള്ളത് അതന്നെ കാര്യങ്ങൾ. യേശു ക്രിസ്തു ഭരിച്ചിട്ടില്ല, അസംബന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. CB മാത്യൂസ് വളരെ നല്ല ഒരു വിശ്വാസിയാണ്, ഡോക്ടറാണ്. ആ ക്രിസ്ത്യാനിയെ പറയുന്നുണ്ട് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന്. യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള കാര്യം
ക്രിസ്ത്യാനികൾ പറഞ്ഞതല്ല. അതിൻ്റെ തെളിവ് തന്നെ പറഞ്ഞത് ആരാ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയാണ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്ത്യാനികൾ പറഞ്ഞു വെച്ചെങ്കിൽ ഈ കാര്യം ശരിയാ, ക്രിസ്ത്യാനികൾ കള്ളത്തരം പറഞ്ഞു, അത് പ്രയോജിക്കുക എന്ന് പറയാം. പറഞ്ഞത് റോമ സേനാധിപന്മാരാ. ആദ്യം അവരുടെ അന്നത്തെ ചിട്ട മനസ്സിലാക്കണം. മരിക്കാത്ത ഒരാളിനെ മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ തല കൊയ്യും റോമ ചക്രവർത്തി, അല്ലെങ്കിൽ റോമയുടെ നിയമപ്രകാരം. കുഞ്ഞുകളിയല്ല അത്, മനസ്സിലായില്ലേ? അപ്പം മരിക്കാത്ത ഒരാളെ റോമൻസാ പറയുന്നത്, റോമൻ പട്ടാളക്കാരാ പറയുന്നത് മരിച്ചു എന്ന്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാർ മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പറയാൻ പറ്റിക്കാം. ഓ, മരിക്കാത്ത വളരെ ശിഷ്യന്മാർ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയാം. റോമ ചക്രവർത്തിയുടെ അധീനതയിലുള്ള റോമൻ പട്ടാളക്കാരാണ് പറഞ്ഞത് ഒരാൾ മരിച്ചു എന്ന്. CB മാത്യു അല്ലെങ്കിൽ ഇടമുറകോ പറയണതല്ല കാര്യം. പല ശിഷ്യന്മാരിൽ ഓടി വിളിച്ചു. ഇതിനെ ശരിയെന്നും പറഞ്ഞു ആര്? യേശുവിനെ എതിർത്തിരുന്ന പരീശയന്മാര്. അവർ പറഞ്ഞു, പീലാത്തോസിന്റെ മുന്നിൽ പോയിട്ട് റിക്വസ്റ്റ് വെച്ചു, നോക്കിയേ മരിച്ചു, അവൻ ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് അവൻ്റെ ശരീരം മോഷ്ടിച്ച് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവർ വന്നിട്ട് പറഞ്ഞ് പറ്റിക്കുന്നു പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തു മരിച്ചു. അപ്പോൾ ഗോപാലകൃഷ്ണൻ ഒത്തിരി തൊള്ള പൊളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടേ? അപ്പം അങ്ങനെയാണെങ്കിൽ റോമൻ പട്ടാളക്കാർ നുണ പറഞ്ഞു എന്നാണ് പറയണേ. അതെയോ? റോമൻ സൈന്യം നുണ പറഞ്ഞു, പരീശന്മാരും നുണ പറഞ്ഞു. ഇതല്ല അതിൻ്റെ അർത്ഥം. ഇന്നത്തെ പട്ടാളത്തിനെക്കാട്ടിലും വെരി വെരി സ്ട്രിക്റ്റ് ആണ് ഇന്നത്തെ പട്ടാളം. അത് ആദ്യം മനസ്സിലാക്കണം. അന്ന് ലോകത്തെ ഏറ്റവും പവർഫുൾ ആർമിയാണ് റോമൻ ആർമി, അതും മനസ്സിലാക്കണം. അവരാണ് പറഞ്ഞത്. ഇതിനോട് ടെസ്റ്റ് ചെയ്തു, അതും അവർ പറഞ്ഞു. കുന്തം കൊണ്ട് കുത്തി നോക്കിയത് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞു. പിന്നെ CB മാത്യു ഇക്കാര്യം പറഞ്ഞു. CB മാത്യു ആരാണ് ഈ CB മാത്യു? ലോകം അറിയപ്പെടുന്ന നമ്പർ 1 ഡോക്ടറോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ റോമക്കാർ പറഞ്ഞിട്ടുള്ള അപ്പുറം പോവോ? അപ്പോൾ മരിക്കാത്ത ഒരാൾ തല ചുറ്റി കിടന്നു എന്നാണ് പറയണത്. ഈ അരിമത്തേയു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ജോസഫസിന്റെ കല്ലറയിലാണ് വെച്ച്. ഈ ജോസഫസ് എന്ന് പറയുന്നവൻ പീലാത്തോസിന്റെ സെനറ്റിലത്തെ ആളാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോയി പീലാത്തോസിനോട് ചോദിച്ചത്, ഈ ആളുടെ ശരീരം എനിക്ക് വേണമെന്ന്. കൊണ്ടോക്കളം പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് അറിയില്ലേ, തല ചുറ്റി കിടക്കുന്ന ഒരാളുടെ ശരീരവും മരിച്ച ഒരാളുടെ ശരീരവും തമ്മിൽ വ്യത്യാസം അറിയില്ലേ? പിന്നെ ആ ശരീരത്തിൽ കറ്റാർവാഴയുടെ നീരും ബാക്കിയുള്ള മരുന്നും പുരട്ടിയെന്ന്. കറ്റാർവാഴയുടെ നീര് പുരട്ടിയെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ബൈബിളിൽ? കറ്റാർവാഴയുടെ നീര് പുരട്ടിയെന്നാണുള്ളത്. സുഗന്ധദ്രവ്യത്തിൽ വരുന്ന സാധനമാണോ കറ്റാർവാഴ? അത് CB മാത്യു പറഞ്ഞ കാര്യമാണോ അത്? സുഗന്ധദ്രവ്യം പുരട്ടുന്നത് ഇന്നും നടക്കുന്നുണ്ട്. 2000 കൊല്ലം മുമ്പ് വേണ്ട, ഇന്നും നടക്കുന്നില്ലേ? കേരളത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താ ചെയ്യുന്നത്? ഒടിക്കുളം തെളിക്കുന്നു, പുരട്ടുന്നില്ല. അന്ന് പുരട്ടിയിരുന്നു, ഇന്ന് തെളിക്കുന്നു. പെർഫ്യൂം സ്പ്രേ ചെയ്യുന്നു, മാല ഇടുന്നു മണത്തിന് വേണ്ടിയിട്ട്, കുന്തിരിക്കം പുകയ്ക്കുന്നു, ഹിന്ദുക്കളാണെങ്കിൽ സാമ്പ്രാണി പുകയ്ക്കുന്നു, ധൂമവർഗം കത്തിക്കുന്നു. ഇന്ന് ചെയ്യുന്നില്ല ഈ കാര്യം. ഇതൊന്നും ഇല്ലാത്തൊരു കാര്യം പുതിയതായിട്ട് കണ്ടുപിടിച്ചതുപോലെയാണല്ലോ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്കൊന്നും വിവരമില്ലെന്നാണ് ഗോപാലകൃഷ്ണൻ്റെ വിചാരം. ഞാൻ ISROയുടെ സയൻറ്റിസ്റ്റാണ്, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും. അതുമാത്രമല്ല, മരിച്ച് 3-ാം ദിവസം ആണ് ഫൈനലായിട്ട് പോയിട്ട് എല്ലാവരും അന്നത്തെ ഇത് പ്രകാരം അവസാനമായി ലേപനമെല്ലാം പുരട്ടി തുണിയിൽ ചുരുട്ടി അകത്തിട്ട് വെക്കുന്നത്. പിന്നെ പുറത്തെടുക്കാറേ ഇല്ല. ഇതാണ് അന്നത്തെ സിസ്റ്റം. അന്നത്തെ കഷ്ടമുണ്ട്. അത് ഇന്നുമില്ലേ? തമിഴ്മാർക്ക് മരിച്ച് 3-ാം ദിവസം മരിച്ച് ഹിന്ദുക്കൾ അടക്കി വരുമ്പോൾ തൊള്ളയിൽ ഒരു മുളക്കോല് വെച്ചിട്ട് വരും. 3-ാം ദിവസം കൊണ്ടുപോയി ഇതിലേക്ക് പാലൊഴിക്കും. അത് അവരുടെ വിശ്വാസം. അതിനെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഞാൻ കളിയാക്കാനും പറയുന്നില്ല. ഗോപാലകൃഷ്ണൻ പറയുന്ന ഈ കാര്യത്തിനെ ഞാൻ അത്തൻറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഞാൻ എനിക്ക് വിരോധം കൊണ്ട് പറയല്ല, അറിയായ്മേനെ അറിവുള്ളതാക്കി മാറ്റാണ് ഞാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ഇന്ന് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്, തമിഴിൽ, മലയാളികൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കന്നഡക്കാർ ചെയ്യുന്നുണ്ട്, ആന്ധ്രയിൽ ചെയ്യുന്നുണ്ട്. മരിച്ച് 3-ാം ദിവസം പാല് കൊണ്ടൊഴിക്കും തൊള്ളയിൽ. അപ്പോൾ പാല് കൊണ്ടൊഴിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ പുരട്ടുന്നത് പോലെ അന്നും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകും പണക്കാര്, മാലയിടും, വീട്ടിലുണ്ടാക്കിയ സർവ്വ സാധനം കൊണ്ടുപോയി ഓരോന്നും അവിടെ വെച്ചിട്ട് വരും 3-ാം ദിവസം. പിന്നെ ചെയ്യില്ല, അതോടുകൂടി കഴിഞ്ഞു. ഇതൊക്കെ അവിടുന്ന് തുടർച്ചയാണ്. ഇത് ഈ പറയുന്ന കാര്യം 2000 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു കസ്റ്റമിൻ്റെ കാര്യം, ഒരു സമ്പ്രദായത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. അപ്പം അതില്ല എന്ന് പറയാൻ പറ്റും. ബൈബിളിൽ തീർത്തില്ലേ? സ്ത്രീകൾ സുഗന്ധദ്രവ്യം കൊണ്ടുപോയി, പോകുന്ന വഴിക്ക് കല്ലറ ആര് മാറ്റും എന്ന് വിചാരിച്ചാണ് പോയത്. ശിഷ്യന്മാർ 12 പേരെ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ളൂ. ആ 12 ശിഷ്യന്മാരും ഇപ്പം ജീവനും കൊണ്ട് പേടിച്ച് അകത്ത് കുത്തിരിക്കുക. അതാ ബൈബിൾ പറയുന്നത്. അവർ വന്ന് കല്ല് മാറ്റി തരുന്നു വിചാരിക്കുകയാണെങ്കിൽ. അപ്പോഴാണ് ഭൂമി കുലുങ്ങിയത് ഉയർത്തെഴുന്നേറ്റപ്പോൾ. ക്രൂശിൽ ജീവൻ വിട്ടപ്പോൾ ഭൂമി കുലുങ്ങി, കല്ലറ പൊളർന്നു, യെരുശലേം ദേവാലയത്തിന്റെ തിരശീല മുകളറ്റം മുതൽ താഴറ്റം വരെ കീറി. ഇതൊക്കെ പറയുമ്പോൾ വെറും കുറുക്കൻ ഓലിയിട്ടു എന്ന് പറഞ്ഞ് കളിയൊക്കെ പോരാ. അത് പ്രശ്നമില്ല. കുറുക്കനോ ഓളിയിട്ടു എന്നോ നായ കുറച്ചെന്ന് എന്തുള്ളിലും പറഞ്ഞുതരാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ വിഷയം എന്താണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ആ കുറുക്കനടക്കം മനസ്സിലായി യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള കാര്യം. പക്ഷെ ഇന്നത്തെ കുറുക്കം പലർക്കും മനസ്സിലായിട്ടില്ല. അവിടെയാണ് കാര്യം കിടക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് തിരശീല കീറി? അതുവരെ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ പാപം എന്ന തിരശീല മൂടി വെച്ചത് കൊണ്ട് ഇനി അതില്ല, 2 അറ്റം കീറി. ഇനി ദൈവത്തിന് മനുഷ്യൻ നേരിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ സിബി മാത്യു ഇടമുറുകോ പറഞ്ഞു വെച്ചിട്ട്, അത് ആദ്യമേ പറഞ്ഞു ഇടമുറുക് നിരീശ്വരവാദിയാണ്, ഞാനാ പറഞ്ഞത് എടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ പറയുമ്പോൾ ഇടമുറുകിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ ഒന്നും ഗോപാലകൃഷ്ണന് പറയാനില്ല. പിന്നെ പറഞ്ഞു യേശു ക്രിസ്തു മരിച്ചത് ഒരു കെട്ടുകഥയാണ്, ഒരു കോൺട്രാഡിക്ഷനാണ്. ഒരു കോൺട്രാഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയാണ്, എന്താണ് ഈ കോൺട്രാഡിക്ഷൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണ്ടേ. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, 9ാമത്തെ അവതാരം വൈഷ്ണവൈറ്റ്സ് ആരെന്ന് പറയണേ? ബൽറാമല്ല, അത് വെങ്കടേശനാണ്. വേറെ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അത് ബുദ്ധനാണ്. ഇത് കോൺട്രാഡിക്ഷൻ അല്ലേ? ഇതാണ് കോൺട്രാഡിക്ഷൻ. അപ്പൊ ഇത് അവതാരം എന്ന് പറഞ്ഞ സങ്കല്പമാണോ? ഈ 10 അവതാരങ്ങളിൽ 2 എണ്ണത്തിന്റെ കാര്യമേ ഗോപാലകൃഷ്ണൻ പറയുന്നുള്ളൂ. ശ്രീരാമനും ശ്രീകൃഷ്ണനും ചരിത്ര പുരുഷന്മാരാണെന്ന്. ഇനി ആ ചരിത്ര പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ അതിനൊരു വലിയ കോൺട്രാഡിക്ഷനാണ്. എന്താ കോൺട്രാഡിക്ഷൻ? ശ്രീരാമനാണ് കൃഷ്ണന്റെ മുന്നേ വന്ന ആള്. പക്ഷെ ശ്രീരാമന്റെ മക്കളായിട്ടുള്ള ലവ കുശ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വാൽമീകിയുടെ അണ്ടറിൽ ശിഷ്യന്മാരായിട്ട് പോയി. നേരെ മറിച്ച് രാമൻ കഴിഞ്ഞു വന്ന കൃഷ്ണൻ BC 3000 ജീവിച്ച്. എന്താണിത്? ഇതാണ് കോൺട്രാഡിക്ഷൻ. ഇതാരും ചോദിക്കില്ല. കാരണം 100-ൽ 99% ഹിന്ദുക്കൾക്കും ഈ കഥ അറിയില്ല, അറിഞ്ഞവരും മിണ്ടൂല്ല. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ആളുകൾക്ക് വേണ്ടതെല്ലാം ദേവി, ഏഷ്യാനെറ്റിൽ വരുന്ന ദേവി മഹാത്മ്യം, അമ്മ ദേവിയെ, ഇങ്ങനെയുള്ള സീരിയലുകൾ കണ്ട് ഇതൊക്കെ RSSന്റെ ഒരു അജണ്ടയല്ലേ? ജനങ്ങളുടെ മനസ്സിൽ കുത്തി കയറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തും കയറ്റിക്കോ, എന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ ഈ ടൈ കെട്ടി പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാനല്ല ആളുകൾ പോകുന്നേ. എന്തുകൊണ്ട്? അവർ തൃപ്തരല്ല. ഗോപാലകൃഷ്ണ, നിങ്ങൾ ഈ കെട്ടുകഥ പറഞ്ഞുണ്ടാക്കി ഇതാരാ അത് ആരാ ഇതാരാന്ന് പറയുമ്പോൾ ഇത് ഇവന്റെ ഇന്ന അവതാരത്തിൽ ജനിച്ച ഇന്ന സ്ത്രീയിൽ നിന്ന് പറഞ്ഞവൻ, ഇങ്ങനെ പറഞ്ഞ് ആളുകൾക്ക് തൃപ്തരല്ല. ആലോചിക്കുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതാണ് എൻ്റെ സത്യാവസ്ഥ. മനസ്സിലായില്ലേ? ആകെ കൂടി പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് ഒരാൾക്കെങ്കിലും വേദം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഋഗ്വേദ സാമവേദ യജുർവേദം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ആകെ കൂടി പറയാനുള്ളത് എന്താണ്? ശിവന്റെ ലിംഗം. അതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? ഞാൻ കളിയാക്കാനല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അത്ര പ്രധാനം? അടുത്തത് നിൽക്കുന്നത് പാർവതിയുടെ യോനി. ഞാൻ നേരത്തെ പറഞ്ഞു കാമാഖ്യ ക്ഷേത്രത്തിലത്തെ കാര്യം.
ഇതെന്താണ് സംഗതി? ഇത് ചരിത്രത്തിൽ നടന്ന കാര്യമാണോ? ഞാൻ ഇതൊക്കെ നേരത്തെ ചോദിച്ച കാര്യങ്ങളാണ്. ചരിത്രത്തിൽ നടന്ന കാര്യമാണോ അതോ സാങ്കല്പികമാണോ? പിന്നെ സാങ്കല്പികമാണെങ്കിൽ അത് നെഞ്ഞുയർത്തി പറയണം, ഇത് സാങ്കല്പികമാണ്, ഇത് റിയൽ അല്ല. പിന്നെ എന്തിനത് വിശ്വസിക്കണം? റിയാലിറ്റി അല്ലെങ്കിൽ പിന്നെ എന്തിനത് വിശ്വസിക്കണം? സാങ്കല്പികമായിട്ട് എനിക്ക് എന്തും സങ്കല്പിച്ചൂടെ? ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്നത് പോലെ അമേരിക്കയിൽ പോയ പോലെ അമേരിക്കൻ പെണ്ണിനെ ഞാൻ ഭാര്യ അയക്കിയ പോലെ ഒക്കെ എനിക്ക് അങ്ങ് സങ്കല്പിക്കാം. സങ്കല്പത്തിന് ഒരു പ്രശ്നവുമില്ല, എന്തും വേണില്ല. അതല്ലേ പറഞ്ഞ് സ്വപ്നം കാണാൻ കാശില്ല എന്ന് പറയും. അങ്ങനെ സ്വപ്നം കാണുന്നതാണോ ഒരു മനുഷ്യന്റെ ജീവിതം? എത്ര വിലയുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതം? അത് ഈ കെട്ടുകഥയുടെ ഉള്ളിലേക്ക് പോകണോ? അപ്പോൾ കെട്ടുകഥയായിട്ടുള്ള കാര്യങ്ങളെ സത്യ ചരിത്ര കഥയാക്കിയിട്ടും അക്ഷരാർത്ഥത്തിൽ വചനങ്ങൾ നിറവേറി വേദങ്ങളിൽ, ഈ 3 വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലും നിറവേറി നടന്ന കാര്യത്തിനെ നുണയാക്കിയും പറയുമ്പോൾ ഇതിലെന്ത് സത്യാവസ്ഥയല്ല ഗോപാലകൃഷ്ണ? ഞാൻ ഖേദം കൊണ്ട് പറയാണ്, ഗോപാലകൃഷ്ണൻ മുള്ളിലാണ് ചവിട്ടുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കാല് വേദനയാവും. വേദനയാവും ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ശപിക്കുന്നല്ല ഞാൻ പറയാൻ വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഗോപാലകൃഷ്ണൻ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പറഞ്ഞ് പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഗോപാലകൃഷ്ണന്റെ ദൈവത്തിൽ വരും. ദൈവം ശപിക്കുന്നല്ല ഞാൻ പറയണം, അങ്ങനെ ശപിക്കുന്ന ദൈവമല്ല. മനസ്സിലായില്ലേ? അത് കഠിനമാകും, പശ്ചാത്തപിക്കേണ്ടി വരും. അതായത് ജീവനോടിരിക്കുമ്പോൾ തന്തനും തളേനും സ്നേഹിക്കില്ല. മരിച്ചതിന് ശേഷം അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ എന്തിനാ ഞാൻ പറഞ്ഞേ എന്നൊരു ചിന്ത വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കുറ്റബോധം മനസ്സ് ഗോപാലകൃഷ്ണൻ ഉണ്ടാവും. പക്ഷേ അത് വേഗം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ഗോപാലകൃഷ്ണ കൊണ്ട് ദൈവം തന്നെ കർത്താവിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലോജിക്ക് എന്താണ്? കോൺട്രാഡിക്ഷൻ ഞാൻ പറഞ്ഞു, ഇതിൽ കോൺട്രാഡിക്ഷൻ ഇല്ല. എന്തായാലും കോൺട്രാഡിക്ഷൻ ഉള്ള ഒരു കാര്യം 4 ആള് 4 രീതിയിലാണ് പറയണത്. അതെ, ഞാനും പറയുന്നു. 4 സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ക്രൂശും മരണവും എല്ലാം 4 രീതിയിലാണ് പറയണേ, കോൺട്രാഡിക്ഷൻ ആയിട്ടല്ല പറയണേ. വീണ്ടും ഞാൻ പറയുന്നു, ഒരാൾ എഴുതിയതിൽ വിട്ടുപോയ കാര്യം മറ്റാൾ എഴുതുന്നു, അയാൾ വിട്ടുപോയ കാര്യം മറ്റാൾ എഴുതുന്നു, പുള്ളി വിട്ടുപോയ കാര്യം 4മത്തവൻ എഴുതുന്നു. 4ഉം കൂടി കോർത്തിണക്കേണ്ട രീതിയിൽ കോർത്തിണക്കി വായിക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാവുന്നത്. അതിലെന്താ തെറ്റെന്ന് പറയാൻ കഴിയുന്നേ? എനിക്ക് അതാ മനസ്സിലാവാത്തത്. കണ്ണടച്ച് കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അർത്ഥമാണുള്ളത്? പിന്നെ സ്വർഗം പോയ കാര്യമാണ് പറയുന്നത്. കൈ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ വിശ്വാസപ്രകാരം ആത്മീയ ശരീരമുണ്ടോ? ശരീരമുണ്ട്, അല്ലെങ്കിൽ ആത്മാവുണ്ട്, ഈ ജഡീയ ശരീരമുണ്ട്. ഈ ജഡീയ ശരീരമാണ് 60 കിലോ 70 കിലോ എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവിൽ ശരീരത്തിന് വെയിറ്റ് ഇല്ല, പക്ഷെ രൂപമുണ്ട്. അത് മനസ്സിലാക്കണം. ആ പേര് ശരീരത്തിനല്ല, ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളവനാ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ആന്റണി എന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ തന്നെ മരിച്ചു വീണാൽ നിങ്ങൾ എന്തെന്ന് പറയും? ആന്റണി മരിച്ചു പോയി. എൻ്റെ മക്കൾ എന്ത് പറയും? എൻ്റെ അപ്പൻ മരിച്ചു പോയി. അപ്പൻ എവിടെയാണ് പോയത്? അപ്പനല്ലേ കിടക്കണേ. ആന്റണി എവിടേക്കാ പോയത്? ആന്റണിയിൽ കിടക്കണെന്ന് പറഞ്ഞാൽ എന്തെന്ന് ഉത്തരം പറയും? ഇത് ആന്റണിയുടെ ശരീരമാണ്. അപ്പൊ ആന്റണി എവിടെ? ഇത്ര നാളും ആന്റണി ശരീരത്തിനകത്തായിരുന്നു, ഇപ്പൊ പുറത്തോട്ട് പോയി. ആ പോയ ആന്റണീനെയാണ് ഇത്ര നാളെ ആന്റണി വിളിച്ചിരുന്നത്. ഇപ്പൊ ഇതിന് കോമൺ പേര് ലോകത്തില് ഇതിന് ഡെഡ് ബോഡി എന്നാ പറയാ, ശവശരീരം. ശവശരീരത്തിന് പേരില്ല, ഊരില്ല, ഭാഷയില്ല, ജാതിയില്ല, മതമില്ല, ദൈവമില്ല. പിന്നെ അവരവരുടെ വിശ്വാസപ്രകാരം മണ്ണിലേക്ക് ഇടുന്നു, കത്തിക്കുന്നവർ കത്തിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്തില്ല. അതിന്റെ പേര് ഡെഡ് ബോഡി എന്നാ. അപ്പൊ എന്താ ചോദിക്കുക? അപ്പന്റെ ശരീരം എപ്പോഴാ അടക്കുന്നത്? അപ്പൻ എപ്പോഴാ അടക്കണെന്ന് ആരും ചോദിക്കുമോ? അപ്പൻ എപ്പോഴാ കത്തിക്കണമെന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പന്റെ ശരീരം. അപ്പൊ അപ്പൻ എവിടെ? അപ്പം പോയി. ആ ആത്മീയ ശരീരം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? ആ ശരീരത്തിൽ കൂടെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നത്.
പക്ഷേ ശരീരം സംസാരിക്കും, ശരീരം കഴിക്കും, എല്ലാം ചെയ്യും, പോവും ചെയ്യും. അതിന് വെയിറ്റ് ഇല്ല. അതാണ് യേശു നോക്കി, എൻ്റെ കൈ നോക്കി. ഞാൻ മരിച്ച ആത്മാവല്ല, ഞാൻ തിന്നാൻ കഴിയും എനിക്ക്. അപ്പം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ തിന്ന് കാണിച്ചു കൊടുത്തു. 40 ദിവസം അവരോടൊപ്പം താമസിച്ചു. അത് കഴിഞ്ഞ് മലയിൽ പോയി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേഘങ്ങളിലെ കൂടെ എടുത്തു കൊള്ളപ്പെട്ടു. ആത്മീയ ശരീരത്തിലാണ് പോയത് ഗോപാലകൃഷ്ണൻ. അല്ലാണ്ട് 65-70 kg ഉള്ള ഈ ശരീരത്തിലല്ല പോയത്. അത് പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് പറയണ്ട. എല്ലാ മനുഷ്യനും ഉണ്ട് ആത്മീയ ശരീരം. മനസ്സിലായില്ലേ? സിദ്ധന്മാർ, ചുരുക്കി പറഞ്ഞ സിദ്ധന്മാർ ഒരേ സ്ഥലത്തും കണ്ടിരുന്നു. അല്ല, 2 സ്ഥലത്തും ഒരാളെ കണ്ടിരുന്നു. സിദ്ധന്മാരുടെ കഥ മനസ്സിലാക്കണം. ആരാണ് ഈ സിദ്ധന്മാരെന്ന്? തമിഴിൽ സിദ്ധന്മാർ ഇഷ്ടം പോലെയുണ്ട്. ആ സിദ്ധൻ, ഈ സിദ്ധൻ, പഴനി ഭാഗത്ത് പോയ സിദ്ധന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്നാരുമില്ല. അവർ ഒരേ സ്ഥലത്തിരിക്കും, വേറൊരു സ്ഥലത്തിരിക്കും. അവർ അവിടെയും കാണാം, ഇവിടെയും കാണാം. അവിടെയും സംസാരിക്കും, ഇവിടെയും സംസാരിക്കും. അതാണ് സിദ്ധി. സിദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ്. ആ സിദ്ധന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ സിദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് എന്ന് പറയപ്പെടുന്ന യഹോവ എന്ന് പറയപ്പെടുന്ന ബ്രഹ്മാവ് എന്ന് പറയപ്പെടുന്ന ആ രൂപിയായിരിക്കുന്നവൻ ഉരുവായി രൂപത്തിൽ വന്ന് മനുഷ്യനായി വന്ന് അവതരിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അരൂപിയായിട്ടുള്ള ആത്മശരീരത്തിൽ മനുഷ്യന്മാർ കാണപ്പെട്ടു, സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നതിൽ എന്താണ് കള്ളത്തരം കണ്ടുപിടിക്കാനുള്ളത്? പറയണം. അപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപദേശം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിന് കുളം തോണ്ടാൻ വേണ്ടി വന്നവനാണ് യേശുക്രിസ്തു. അമ്മായിമ്മയ്ക്കെതിരായി മരുമക്കളും, അപ്പനെതിരായി മോനും, അമ്മാനപ്പനെതിരായി മരുമകനും, ഇതൊക്കെ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ടാൽ കുടുംബം കുളം തോണ്ടും. കുളം തോണ്ടേണ്ട ഉപദേശമല്ല യേശുക്രിസ്തു പറഞ്ഞ ഗോപാലകൃഷ്ണൻ സാറേ. യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ നിങ്ങൾ പിൻപറ്റി വരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ എതിർക്കും. കാരണം യേശുക്രിസ്തു എന്നെ വിശ്വസിച്ച് വന്നാൽ നിനക്ക് കാശ് തരാം, നിധി തരാം, മനസ്സിലായില്ലേ, അഴകുള്ള പെണ്ണിനെ തരാം. ഇതൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. എന്നിൽ വിശ്വസിച്ച് നിനക്ക് ഈ ലോകത്തിൽ ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സഹിച്ചു വരുമെങ്കിൽ എൻ്റെ പിന്നാലെ പോരെ. അങ്ങനെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൻ്റെ പാരമ്പര്യ സമ്പ്രദായം നമ്മൾ വിടേണ്ടി വരും. അത് കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ സഹിച്ചു എന്ന് വരില്ല, അനുസരിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്തായി? കുടുംബത്തിൽ പ്രശ്നം വന്നു. ഈ പ്രശ്നമാണ് യേശുക്രിസ്തു പറയുന്നത്. അതാണ് ഞാൻ വാള് കൊണ്ടാ വന്നിരിക്കുന്നത്, അല്ലാണ്ട് വെട്ടിക്കൊല്ലാനുള്ള വാളല്ല. ഇതാണ് വാൾ, ഉപദ്രവം. വെള്ളം വീഞ്ഞാക്കി CO2 CH2 CpH2 ഇതൊന്നും എനിക്ക് പറയാനറിയില്ല. കാരണം സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഈ ആകാശം ഭൂമി സൃഷ്ടിച്ച് കൊടുക്കാവുന്നെങ്കിൽ ആ ദൈവത്തിന് വെള്ളം വീഞ്ഞാക്കുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. സിമ്പിൾ, അത്രയേ ഉള്ളൂ കാര്യം. ഒരു ഹിപ്നോട്ടിസം ചെയ്യാന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? ഹിപ്നോട്ടിസം ചെയ്യുന്നത് മറഞ്ഞിരുന്നിട്ടല്ല, ജനങ്ങളുടെ മുന്നിൽ നിന്നിട്ടാണ്. യേശുക്രിസ്തു ആ ജനങ്ങളുടെ മുന്നിൽ നിന്നിട്ടല്ല വെള്ളം വീഞ്ഞാക്കിയത്. യേശുക്രിസ്തു ഒരു ഭാഗത്ത് കുത്തിരിക്കുക. യേശുക്രിസ്തു എവിടെയാന്ന് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അമ്മയാണ് അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു അവിടെ വീഞ്ഞ് കുറഞ്ഞു വന്നു. അപ്പോൾ ഈ വെള്ളം കൊണ്ട് വിളമ്പാൻ പറഞ്ഞു. യേശുക്രിസ്തു അങ്ങനെ വിളമ്പിയതോ പറഞ്ഞതോ ഒരൊറ്റ ആളും കണ്ടിട്ടില്ല. ഹിപ്നോട്ടിസോ വെസ്മോറിസോ ചെയ്യണമെങ്കിൽ ഫേസ് ടു ഫേസ് നോക്കണം. അത് ആദ്യം പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം. പിന്നെ പറയുന്നു, അതേ സമയത്ത് യേശുക്രിസ്തു നിങ്ങൾ പ്രാവിനെ പോലെ കളങ്കമില്ലാതെയും പാമ്പിനെ പോലെ നിങ്ങൾ വിഷമുള്ളവരായും. എന്തിനാ കള്ളത്തരം പറയുന്നത് എൻ്റെ ഗോപാലകൃഷ്ണ? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായും എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് വിഷമല്ല, അത് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ചുമ്മാ പറയരുത്. എന്തിനും വചനം അടിസ്ഥാനം വേണം. കള്ളം പറയരുത്. യേശുക്രിസ്തു ഒരിക്കലും പാമ്പിനെ പോലെ വിഷമുള്ളവരായും പോയിട്ട് എല്ലാവരും കടിച്ചു കൊല്ലാൻ പറഞ്ഞില്ല. പാമ്പിനെ പോലെ ബുദ്ധി വേണം. ദൈവസൃഷ്ടിയിൽ ബുദ്ധിയുള്ളതാണ് പാമ്പ്. അതുകൊണ്ടാണല്ലോ അത് പറ്റിച്ചിട്ട് എല്ലാവരും പാമ്പിന് ദൈവമാക്കി മാറ്റിയിപ്പോൾ അതിനും ആരാധിക്കുന്നത്. പിന്നെ ആട്ടുവസ്ത്രം ധരിച്ച് ചെന്നായത്തോ
അല്ല ആട്ടുവസ്ത്രം ധരിച്ച് ചെന്നായ്ക്കളെ പോലെ നിങ്ങളെ ഞാൻ വിടുന്നു എന്ന്. അങ്ങനെ എവിടെ പറഞ്ഞിരിക്കണേ? അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ സാത്താൻ വരുന്നു, ശത്രു വരുന്ന പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെന്നെ ചെന്നായ്കളുടെ ഇടയിലേക്ക് ആടിനെ വിടുന്ന പോലെ വിടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനം ശരിക്കും വായിക്കണം. ചെന്നായ്കളുടെ ഇടയ്ക്ക് ആടിനെ വിടുന്നത് പോലെ. അല്ലാണ്ട് ആട്ടുതോൽ ധരിച്ച ചെന്നായ്ക്കളായി നിങ്ങൾ പോകുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ ആരാണ്, പരീശന്മാർ ആരാണ്, അല്ലെങ്കിൽ ക്രിസ്തു വിരോധികൾ ആരാണെന്ന് പറയുമ്പോഴാണ് പറയുന്നത് ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വരുന്ന കൊണ്ട് സാത്താൻ വരും. അവൻ എങ്ങനെയുള്ളവനാണ്? ആട്ടുതോല് ധരിച്ച ചെന്നായാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരു പ്രവചനത്തിൽ കൂടെ പറയുകയാണെങ്കിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമാണത്. ഒരിക്കലും കള്ളം പറയല്ലേ ഗോപാലകൃഷ്ണ. ഗോപാലകൃഷ്ണൻ പഠിച്ച ആളല്ലേ, ഒരു സയന്റിസ്റ്റ് അല്ലേ, 2 PhD എടുത്ത ആളല്ലേ. പിന്നെ എന്തിനാ ഈ കണ്ണടച്ചെന്നാണ് പറയുന്നത്? പാമ്പിനെ പോലെ വിഷമെന്ന് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്, പാമ്പിനെ പോലെ ബുദ്ധി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും 20-ാം നൂറ്റാണ്ടിന് പറ്റുന്ന കാര്യമല്ല. ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു ലോജിക്കും, എന്ത് ലോജിക്കാണ് ഈ ദൈവങ്ങളുടെ കഥയിൽ? എന്ത് ലോജിക്കാണ്? ഞാനീ പറയുന്ന കഥകളെ ഒത്തിരി ഞാൻ കഥ പറഞ്ഞല്ലോ. എന്താണ് കള്ളത്തരം കണ്ടുപിടിക്കാനുള്ളത്? അപ്പൊ ചരിത്ര പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ബാക്കി രാമനും കൃഷ്ണനും 10 അവതാരത്തിലെ 8ഉം സങ്കല്പമാണോ അതറിയില്ല. ഇന്ന് ബലരാമനെ ചിലവർ മാറ്റിയെടുത്തു. ആ സ്ഥാനത്ത് ബുദ്ധനാക്കുന്നുണ്ട്, ആ സ്ഥാനത്ത് വെങ്കടേശനെ ആക്കുന്നുണ്ട് വൈഷ്ണവീറ്റ്സ്. ഇതൊക്കെ നോക്കണം.